വീട്ടിലെ കല്യാണ വിശേഷങ്ങളൊക്കെ ഓരോ സീരീസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എല്ലാം നടന്നോളുന്നില്ലല്ലോ. ഓരോരോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് മൂലം ഓരോന്ന് ബ്രേക്ക് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഗ്രൂമിനും ബ്രൈഡിനും എടുത്തതിൻ്റെ മാത്രം കുറച്ച് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കല്യാണത്തിൻ്റെ എല്ലാ ഔട്ട്ഫിറ്റ്സും നമ്മൾ എടുത്തിട്ടുള്ളത് കോഴിക്കോട് കസവ് കേന്ദ്രയിൽ നിന്നാണ്. അച്ചുവിനുള്ള സാരി പീക്കോ കളർ തന്നെ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെക്ഷൻ മാത്രമേ തിരയേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. റിസപ്ഷന് ഫ്രോക്കായിരുന്നു ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളേഴ്സ് ഒന്നും ചൂസനായിരുന്നില്ല. അവിടെ എത്തിയതിന് ശേഷം സ്കിന്നിനോട് മാച്ച് ആവുന്ന ഒരു കളർ എടുത്ത് പോരാം എന്നതായിരുന്നു തീരുമാനം. ജ്വല്ലറീസ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ് അതിനോട് മാച്ച് ആവുന്നതാണ് കണ്ടിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഏട്ടന് പിന്നെ വെഡിങ്ങിന് ആസ് യൂഷ്വൽ ഓഫ് വൈറ്റ് കുർത്തയും പിന്നെ ഒരു മുണ്ടും കൂടി സെലക്ട് ചെയ്തു. റിസപ്ഷന് കോട്ടക്കൽ ചങ്കുവെട്ടിയിലെ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെന്റൽ ഷോപ്പിൽ നിന്ന് എടുത്ത ഡ്രസ്സസ് ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ പറയാണ്, ഇതങ്ങനെ പ്രൊമോഷൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം പറയാനാണെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഔട്ട്ഫിറ്റ്സും ഫ്രം ദ ടോപ്പ് ടു ബോട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഇപ്പൊ ഈ റെന്റ് ഔട്ട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അഫോർഡബിൾ പ്രൈസസ് ആണ് വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് എടുത്ത് പറയാൻ തന്നെ കാരണം ഏട്ടന് വേണ്ടിയിട്ട് കുറച്ചധികം ഷോപ്പ് കയറി ഇറങ്ങിയെങ്കിലും ഇവിടെ എത്തുന്നത് നമ്മൾ നോക്കി ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇനി ഫിക്സ് ചെയ്ത കാര്യം ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സർവീസസ് അവൈലബിൾ ആണ്.